നമസ്തേ, ഞാൻ ഡോക്ടർ ജെന്നി കളത്തിൽ. ആഴ്ചയിൽ ഒരു ദിവസം ഞങ്ങൾ ഒരു വലിയ സംഘം ഉപവാസത്തിന് വേണ്ടിയിട്ട് മാറ്റിവെക്കുന്നുണ്ട്. വെള്ളം മാത്രം കുടിച്ചുകൊണ്ടോ ചെറുപഴങ്ങൾ കഴിച്ചുകൊണ്ടോ കട്ടി കൂടിയ പഴങ്ങൾ കഴിച്ചുകൊണ്ടോ ഓരോരുത്തരും അവരവരുടെ ആരോഗ്യത്തിനനുസരിച്ചിട്ട് ആഴ്ചയിൽ ഒരു ദിവസം ഒരു സ്വയം ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കുന്നു. ഒരു സാധാരണക്കാരൻ്റെ രോഗത്തിനോടുള്ള ഭയം പരമാവധി ഒഴിവാക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഞങ്ങൾ ഈ ഒരു ഉപവാസ സംസ്കാരത്തിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നത്. ഇന്നും പുതിയ പുതിയ ആളുകൾ ഞങ്ങളുടെ ഗ്രൂപ്പിൽ അംഗമായിക്കൊണ്ടിരിക്കുന്നു. ഒരു വലിയ കമ്മ്യൂണിറ്റി, രോഗത്തെ ഭയക്കാത്ത മനുഷ്യരുടെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓരോരുത്തരും പലതരത്തിലുള്ള ഉപവാസങ്ങൾ പരിശീലിച്ചുകൊണ്ട് അവനവൻ്റെ രോഗത്തിൽ നിന്നും പതിയെ പതിയെ മുക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഉപവാസത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള കുറേ വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്. ഉപവാസത്തിന് വേണ്ടി ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഓരോരുത്തരും അവരവരുടെ ഉപവാസാനുഭവങ്ങളും സംശയങ്ങളും ആശങ്കകളും എല്ലാം പങ്കുവയ്ക്കും. എല്ലാം അപ്പോൾ തന്നെ ഞങ്ങൾ പരിഹരിക്കുകയും ചെയ്യും. ഇങ്ങനെ ഓരോരുത്തരും സ്വന്തം ശരീരത്തിൻ്റെ കാവൽക്കാരായി മാറുകയാണ്. നമുക്ക് നമ്മുടെ ശരീരത്തിൽ വരുന്ന ഒരു പ്രശ്നത്തെ തിരിച്ചറിയാനും അതിൻ്റെ ഏറ്റവും ആരംഭത്തിൽ തന്നെ കൃത്യമായിട്ടുള്ള ചികിത്സകൾ ശരീരത്തിന് നൽകി ഒരു പ്രത്യേക പരിധിവരെയെങ്കിലും അതിനെ പരിഹരിക്കാനും സാധിക്കുന്നു. വളരെ കൃത്യമായിട്ടുള്ള ഒരു ജീവിത രീതി ഡെവലപ്പ് ചെയ്യാൻ, അല്ലെങ്കിൽ ജീവിതത്തിന് ഒരു ചിട്ടയുണ്ടാകാൻ ഇത് വളരെയധികം സഹായിക്കുന്നുണ്ട്. ഫാസ്റ്റിങ്ങിനെ കുറിച്ചിട്ട് കൂടുതൽ അറിയാത്ത എല്ലാവരുടെയും വലിയൊരു സംശയമാണ്, ഭക്ഷണം കഴിക്കാതെ എങ്ങനെയാണ് നമ്മൾ ജീവിക്കുക? നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പോഷണം എവിടെ നിന്നാണ് ലഭിക്കുക? ശരീരത്തിന് കൃത്യമായിട്ടുള്ള പ്രോട്ടീൻ ലഭിക്കാതെ വന്നാൽ നമ്മുടെ ശരീരത്തിന് ശോഷണം സംഭവിക്കുകയില്ലേ? നമ്മുടെ പേശികളെല്ലാം ഇല്ലാതെയായി പോവില്ലേ? ചുരുങ്ങിപ്പോവില്ലേ? ഇങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങൾ നമ്മുടെ അടുത്ത് ഉപവാസത്തെക്കുറിച്ച് പലരും ചോദിക്കാറുണ്ട്. എന്നാൽ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഫാസ്റ്റിംഗ് സമയത്ത് നമ്മുടെ ഫിസിയോളജി എപ്രകാരമാണോ, അല്ലെങ്കിൽ നമ്മുടെ ശരീരം എപ്രകാരമാണോ പ്രവർത്തിക്കുന്നത്, അതിന് സാധാരണ ദിവസങ്ങളിലെ പ്രവർത്തനവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. എല്ലാ ദിവസവും നമ്മൾ കൃത്യമായിട്ട് ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്നു, ഒരുപാട് ആക്ടിവിറ്റീസിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഈ ആഹാരത്തിൽ നിന്നുള്ള പോഷണം ഉപയോഗിച്ചിട്ട് എല്ലാ തരത്തിലുള്ള ആക്ടിവിറ്റീസും നടപ്പിലാക്കാൻ നമുക്ക് സാധിക്കുന്നു. ജീവൽ പ്രവർത്തനങ്ങൾക്കും ആ പോഷണം സഹായിക്കുന്നു. എന്നാൽ ഉപവാസ സമയത്ത് നമ്മൾ ആക്ടിവിറ്റികൾ വളരെയധികം കുറയ്ക്കുന്നു. കൂടാതെ ഈ ആക്ടിവിറ്റികൾക്ക് വേണ്ടിയിട്ട് മാറ്റിവെച്ചിട്ടുള്ള ആഹാരവും അതും ഇല്ലാതാക്കുന്നു, അല്ലെങ്കിൽ വലിയൊരു പരിധിവരെ കുറയ്ക്കുന്നു. ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ പരിചയിച്ചിട്ടുള്ള രീതിയിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ശരീരം പ്രവർത്തിക്കുന്നത്. അതായത് പുറത്തു നിന്നും ആഹാരം അകത്തേക്ക് കൊടുക്കാതെയാകുമ്പോൾ ശരീരം നമ്മുടെ അകത്തു നിന്ന് തന്നെ പോഷണങ്ങളെ ഉൽപ്പാദിപ്പിക്കാനായിട്ട് തുടങ്ങുന്നുണ്ട്. എല്ലാ ആഴ്ചയിലും ഇങ്ങനെ ഉപവാസം ചെയ്യുമ്പോൾ നമ്മുടെ മസിൽസൊക്കെ വല്ലാതെ കുറഞ്ഞു പോവില്ലേ എന്നുള്ള ചോദ്യത്തിനുള്ള ഏറ്റവും ശരിയായ ഉത്തരം, നമ്മുടെ ഗ്രോത്ത് ഹോർമോൺ വർദ്ധിക്കുന്നു. മസിൽസിൻ്റെ ഗ്രോത്താണ് അവിടെ വാസ്തവത്തിലുണ്ടാവുക. നമ്മൾ ഒട്ടും പരിചയിക്കാത്ത ഒരുപാട് കാര്യങ്ങളാണ് ഉപവാസ സമയത്ത് ശരീരത്തിൽ നടക്കുന്നത്. എന്തൊക്കെ ഡെഫിഷ്യൻസികൾ നമുക്കുണ്ടോ അതെല്ലാം പരിഹരിക്കപ്പെടുന്നതായിട്ടായിരിക്കും ഉപവാസത്തിലൂടെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് സാധിക്കുക. ഇങ്ങനെ നൂറുകണക്കിന് ആയിരക്കണക്കിന് നമ്മുടെ ശരീരത്തിൽ ചികിത്സകൾ ഈ ഉപവാസ സമയത്ത് നടക്കും. സെൽഫായിട്ട് ബോഡി ചെയ്യുന്ന ഈ ചികിത്സയെ നോക്കിക്കൊണ്ടിരിക്കുക, ഒരു സാക്ഷിയായിട്ടിരിക്കുക എന്നുള്ളതേ ഉപവാസ സമയത്ത് ഓരോ മനുഷ്യനും ചെയ്യേണ്ടതുള്ളൂ. ഞങ്ങളോടൊപ്പം ഉപവാസം ചെയ്യാനായിട്ട് എല്ലാ ആഴ്ചയിലും ഒരു ദിവസം ഫാസ്റ്റിംഗ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് താല്പര്യമുള്ളവർ, ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ ജോയിൻ ചെയ്യുക. ഫാസ്റ്റിംഗ് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് വലിയൊരു പരിധിവരെയെങ്കിലും നമുക്ക് നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാം. നന്ദി.